ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടി BS6 മോഡൽ വണ്ടിയാണ്. നമുക്ക് സർവീസായിട്ടാണ് കയറ്റിയാണ്, ജനറൽ സർവീസായിട്ട് കയറ്റിയതാണ്. നമുക്ക് 96,600 കിലോമീറ്ററോളം ഇപ്പോൾ നിലവിൽ വണ്ടി ഓടിയിട്ടുണ്ട്. 1,00,000 നിസ്സാരം കൂടി ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ബാക്ക് ബ്രേക്ക് ലൈൻഡറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചതാണ്. കമ്പനി ലൈൻഡറാണ് കിടക്കണേ. നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ക്യാമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എയർ ഫിൽട്ടറൊക്കെ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് ആയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടിയേറി ബ്ലോക്കായിട്ടുണ്ട്. അപ്പോൾ എയർ ഫിൽട്ടർ മാറ്റുമ്പോൾ എയർ ഫിൽട്ടറും പ്ലഗും കൂടിയാണ് നമുക്ക് മാറ്റേണ്ടി വരിക. പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. ബെൽറ്റിൻ്റെ കണ്ടീഷൻ, ബെൽറ്റ് ഇടയ്ക്ക് പൊട്ടിപ്പോയിട്ട് വഴിയിൽ നിന്ന് ഇടയ്ക്ക് ഇടയ്ക്ക് മാറ്റിയതാണ്. പക്ഷേ കമ്പനി ബെൽറ്റൊന്നുമല്ല. പക്ഷേ എന്നാൽ പോലും ബെൽറ്റിന് കുഴപ്പമൊന്നുമില്ല, നല്ല ബെൽറ്റാണ്. അപ്പോൾ നമുക്ക് തൽക്കാലം അങ്ങനെ കിടന്ന് ഓർത്തെ. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ, അതിൻ്റെ യൂണിറ്റാണിത്. ഇപ്പോൾ നിലവിൽ ചെറിയൊരു പ്ലേ ഒക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ വേറെ കംപ്ലയിൻ്റ് എന്ന് പറയാനൊന്നുമില്ല. അതൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. പിന്നെ ക്ലച്ച് യൂണിറ്റ് ആയാലും നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് വർക്കിങ്ങൊക്കെ ഓക്കെയാണ്, നല്ലൊരു പ്രശ്നമൊന്നുമില്ല. ക്ലച്ച് വെയ്റ്റിൻ്റെ, ക്ലച്ച് ഷൂവിൻ്റെ പാഡൊക്കെ ഒരുവിധം ആയി തുടങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ 1,00,000 കിലോമീറ്ററോളം ആയി. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നമാണ്. വേറെ കംപ്ലയിൻ്റ് എന്ന് പറയല്ല, പരമാവധി ഓടട്ടെ. നമുക്ക് മാക്സിമം ഉപയോഗിച്ചിട്ടൊക്കെ നമുക്ക് മാറ്റിയാൽ മതി കേട്ടോ. പിന്നെ ഈ ഡ്രമ്മിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും പഞ്ചിങ് എന്നാണ്ട് ചെയ്തിട്ടുണ്ട്. ഒരു കുത്ത് പോലെ വന്നാണുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് അവിടെയാണ് ക്ലച്ച് വെയിറ്റ് വരുന്നത്. ക്ലച്ച് ഷൂ എന്ന് പറയുന്ന ഭാഗം വന്ന് ടച്ച് ആവുന്ന ഭാഗമാണത്. അത് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി ചെയ്താണെന്നായിരിക്കാം. പക്ഷേ അത് അങ്ങനെയല്ല ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഒന്ന് പോളിഷ് ചെയ്ത് ലേത്തിൽ കൊടുത്ത് ഒന്ന് പോളിഷ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അത് നിലവിലിപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ കിടന്ന് ഓടട്ടെ, മാക്സിമം ഉപയോഗിക്കാം നമുക്ക്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ്, എക്സൈഡിൻ്റെ ബാറ്ററി ഇരിക്കണേ. നമ്മൾ ഓരോ സർവീസിലും ചെക്ക് ചെയ്യുമ്പോൾ കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പരമാവധി നല്ല ഓട്ടം ഉള്ളത് കൊണ്ടാണ് വണ്ടി കുഴപ്പമില്ലാണ്ട് നിൽക്കണേ. ഇപ്പോൾ നിലവിൽ വോൾട്ട് നമുക്ക് 12.71 റേഞ്ചിൽ വോൾട്ട് കിട്ടുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ സെയിം സാധാരണ കാണിക്കുന്ന രീതിയിൽ തന്നെ കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ വണ്ടിക്ക് നല്ല ഓട്ടമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാറ്ററി ബാക്കപ്പ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ മാക്സിമം ഉപയോഗിക്കാം, പരമാവധി ഉപയോഗിച്ചിട്ട് കംപ്ലൈൻറ്റ് കാണിച്ചിട്ട് മാറ്റിയാൽ മതി. ഇതിനിപ്പോൾ ബൈ ചാൻസ് സെൽഫ് എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും നമുക്ക് മെയിൻ സ്റ്റാൻഡുമ്പോൾ കയറ്റി വയ്ക്കാൻ സ്റ്റാർട്ട് ആവാതെ വന്നു കഴിഞ്ഞാൽ വണ്ടി മെയിൻ സ്റ്റാൻഡുമ്പോൾ കയറ്റി വയ്ക്കുക. ആക്സിലേറ്റർ കൊടുക്കാതെ വെറുതെ കിക്കർ അടിച്ചാൽ വണ്ടി സ്റ്റാർട്ട് ആയിക്കോളും. ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ BS6 മോഡൽ സ്റ്റാർട്ട് ആവില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആക്സിലേറ്ററുമ്പോൾ കൈ വെക്കുകയും ചെയ്യരുത്. മെയിൻ സ്റ്റാൻഡുമ്പോൾ കയറ്റി വയ്ക്കുക. വെറുതെ ഇച്ചിരി പവറിൽ കിക്കർ ഒരു അടി കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ആയിക്കോളൂ കേട്ടോ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഈ ഭാഗത്തുണ്ടല്ലോ, അത് ഈ പൈപ്പ് ഇവിടെ പൊട്ടിയേക്കണം കൊണ്ട് തന്നെ ഈ സൈഡ് ചെറിയൊരു പൊട്ടൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സൈഡിൽ കൂടെ ഒരു ഓയിൽ ലീക്കേജ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ പൈപ്പ് അവൈലബിൾ ആണോ എന്ന് നോക്കട്ടെ. കുറച്ച് ലെങ്ത്തുള്ള പൈപ്പാണ്. അപ്പോൾ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റാം. പിന്നെ എന്ന് വെച്ചാൽ അത് കമ്പനി പൈപ്പ് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു 100 രൂപ 160 അങ്ങനെ എന്തോ റേറ്റ് വരുന്നത്. പക്ഷേ നമുക്ക് ആ പൈപ്പ് ഓൾറെഡി പൊട്ടിയായതുകൊണ്ട് തന്നെ നമുക്കത് മാറ്റാതെ കൊണ്ട് മാറുകയില്ല. ഞാൻ ഐറ്റം ഉണ്ടെങ്കിൽ ഞാൻ കൈയോടെ മാറ്റിയിട്ടേക്കാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഹാൻഡിൽ മാറ്റുന്ന ദിവസം പറഞ്ഞിട്ടുണ്ട്. ഹാൻഡിൽ ബാർ നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. കോൺസെപ്റ്റ് നമ്മൾ ചെറിയൊരു അടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ടൈറ്റ് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. അത് നിലവിൽ നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അതേപോലെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈനറായാലും നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട്. ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാനുണ്ട്. കമ്പനി ലൈനർ, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെ കിടക്കണം, കുഴപ്പമൊന്നുമില്ല. കേബിളുകളായാലും വേറെ പ്രദേശത്തൊക്കെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് മാറുന്ന ദിവസം പറഞ്ഞല്ലോ, എയർ ഫിൽട്ടർ മാറ്റുമ്പോൾ ആ കൂട്ടത്തിൽ തന്നെ മാറ്റേണ്ടി വരുന്ന ഒരു പാർട്ടാണ് സ്പാർക്ക് പ്ലഗ് എന്നുള്ളത്. അപ്പോൾ അതും കൂടി നമ്മൾ കൂട്ടത്തിൽ ചേഞ്ച് ചെയ്ത് വിടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ്, അതിൻ്റെ ഡീറ്റെയിൽസും വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് ഇട്ടേക്കാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ.